കൊല്ലത്ത് കന്യാസ്ത്രീയെ മഠത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തമിഴ്നാട് മധുര സ്വദേശിനി മേരി സ്കോളാസ്റ്റിക്കയാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ടോടെയാണ് കന്യാസ്ത്രീയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വിവരങ്ങൾ എം മനോജ് കൊല്ലത്ത് നിന്ന് നൽകും. മനോജ്, എന്താണ് ഈ കന്യാസ്ത്രീ മഠത്തിൽ സംഭവിച്ചത്? ഗൗതം, ഇന്നലെ വൈകിട്ട് 3 മണിയോടെയാണ് ഈ തൂങ്ങിയ നിലയിൽ കന്യാസ്ത്രീയെ കണ്ടെത്തിയത്. ആത്മഹത്യ എന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. പോലീസ് എത്തി വിശദമായ പരിശോധന നടത്തി. അപ്പോൾ ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തിയിരുന്നു. വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് കാരണമെന്നാണ് ഇതിൽ പ്രാഥമികമായി ലഭിച്ചിരിക്കുന്ന വിവരം. തമിഴ്നാട് മധുരൈ സ്വദേശിനിയായിട്ടുള്ള മേരി സ്കോളാസ്റ്റിക്കയാണ്. 33 വയസ്സാണ് ഈ കന്യാസ്ത്രീക്കുള്ളത്. ഏറെക്കാലമായി തന്നെ ഈ നിത്യാരാധന മഠത്തിലുണ്ടായിരുന്നു. കൊല്ലം രൂപതയുടെ കീഴിലുള്ള ആരാധനാ മഠമാണ്. കഴിഞ്ഞ ദിവസം സംഭവിച്ച ഈ ഒരു ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ പുറത്തു വരുന്നത് ഇന്നാണ്. അതായത് പോലീസോ അല്ലെങ്കിൽ ഈ മഠത്തിലെ അധികാരികളോ തന്നെ ഈ വിവരം പുറത്തേക്ക് വിട്ടിരുന്നില്ല. പിന്നാലെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാതെ സഭയുടെ കീഴിലുള്ള ആശുപത്രിയിലേക്കാണ് ഈ മൃതദേഹം കൊണ്ടുപോയത്. എന്തായാലും കഴിഞ്ഞ ദിവസം നടന്ന സംഭവം അത് പോലീസും മറച്ചുവെച്ചു എന്നുള്ളതാണ്. എന്താണ് അതിന് പിന്നിലുണ്ടായത് എന്നതിനെ കുറിച്ച് പരിശോധിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ പ്രാഥമികമായി മറ്റ് ദുരൂഹതയൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കുറച്ചു നാളിൽ തന്നെ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതും ഈ മഠത്തിലെ അധികാരികൾ വിവരം നൽകുന്നുണ്ട്. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും തുടരുകയാണ്. കൊല്ലത്ത് കന്യാസ്ത്രീ മഠത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം. ഈ കന്യാസ്ത്രീയെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ ആയില്ല. മനോജാണ് കൊല്ലത്ത് നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.